ടോട്ടോച്ച ഓട്ടോറിക്ഷ. അങ്ങനെ എന്തെല്ലാം പുതിയ പുതിയ വാക്കുകൾ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് പഠിക്കും. ഇതിപ്പോ എന്റെ അടുത്ത് നിന്ന് അവർ കൂടുതലൊന്നും പഠിച്ചില്ലെങ്കിലും ഇവരുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പഠിക്കും. പിന്നെ ഇവർ തെറ്റിച്ച് പറയണത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാനിത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് കേൾക്കാൻ ഒരു പ്രത്യേക രസം. രാവിലെയൊക്കെ ഇവരുടെ റുട്ടീൻ കാര്യങ്ങളായിട്ട് നല്ല ബിസി ആയതുകൊണ്ട് ഈവനിങ് ഈ ഒരു സമയത്താണ് നമുക്ക് ഒരുമിച്ച് കളിക്കാനൊക്കെ സമയം കിട്ടുക. കുഞ്ഞിലെ ഒരു പാർക്കിൽ കൊണ്ടുപോകുമ്പോഴേ ഈ സ്ലൈഡിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഭയങ്കര പാടാണ്. അത് ഇപ്പോഴും അതെ. അങ്ങനെ ഭയങ്കര ഇവർ ക്യൂരിയസ് ആണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അതെന്തായാലും നന്നായി എന്ന് തോന്നി. കാരണം ഇത് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവർക്കുള്ള ചില ടോയ്സ് ഒക്കെ വാങ്ങുമ്പോൾ എൻ്റെ പാരൻസ് തന്നെ പറയും, ഇതിപ്പോൾ വാങ്ങണോ, കുറച്ച് കഴിഞ്ഞ് വാങ്ങിയാൽ പോരെ, എന്തിനാ ഇത്രയും വാങ്ങണേ. പക്ഷെ ഇവർ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പം നമ്മൾ അവർ വേണ്ട സമയത്തല്ലേ വാങ്ങിക്കൊടുക്കുക. എന്ന് വെച്ചിട്ട് എല്ലാത്തിനും എസ് പറയുന്നല്ല കേട്ടോ. നോ പറയേണ്ട സമയത്ത് നോയും പറയാറുണ്ട്. നമ്മൾ ഇവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഈ സമയമൊക്കെ ഉണ്ടല്ലോ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കഴിഞ്ഞു. ഇവരുടെ കുഞ്ഞിലെ വീഡിയോസ് എടുത്ത് കാണുമ്പോഴാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര ചേഞ്ച് വന്നു എന്നൊക്കെ തോന്നുന്നത്. സോ ഇപ്പം ഈ ഒരുമിച്ചുള്ള സമയമാണ് ഞങ്ങൾക്ക് മാക്സിമം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.